ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മുടെ പോർട്ടിൻ്റെ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ പോർട്ടും NH-66 തമ്മിൽ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ ലേറ്റസ്റ്റും ഡീറ്റെയിൽ ആയിട്ടുമുള്ള അപ്ഡേഷനാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ് മുതൽ നമ്മുടെ NH-66 വരെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്നാണ് 1700 മീറ്റർ കറക്റ്റ് ലെന്ത് വരുന്നത്. ഇപ്പോൾ നമുക്ക് മെയിൻ ഗേറ്റും STS ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള യാർഡ് ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള യാർഡ് പോർഷനും കാണാമായിരുന്നു. ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് NH-66ലേക്കുള്ള ലിങ്ക് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1700 മീറ്റർ ആണെന്ന് തൊട്ട് മുന്നേ പറഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിയാനായി സാധിക്കും. ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോർട്ടിൻ്റെ പുറത്തു നിന്നാണ് അല്ലെങ്കിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് വർക്കിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്കറിയാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഭാഗത്തെ വർക്കുകളെല്ലാം ഇൻ്റർലോക്ക് ഉൾപ്പെടെ മനോഹരമായ ചെടികൾ ഉൾപ്പെടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാനായി സാധിക്കും. ഇത് നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതുമാണ്. എന്നാലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ മനോഹരത നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതുപോലെയാണ് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി വരുമ്പോൾ സൈഡിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമായ റോഡ് തന്നെയായിരിക്കും ആ റോഡ്. അതുകൊണ്ടാണ് ഈ ഭാഗത്തുകൂടി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പലപ്പോഴായിട്ടും ചോദിക്കുന്നുണ്ട്, ലിങ്ക് റോഡിൽ നിൽക്കുന്ന ഈ പറയുന്ന മനോഹരമായ ചെടികൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്ന്. നമുക്ക് ഈ റോഡ് കാണുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മുടെ മെയിൻ റോഡ്, അതായത് മെയിൻ റോഡ് മുതൽ മെയിൻ ഗേറ്റ് വരെയുള്ള ഏകദേശം 500 മീറ്റർ റോഡിൻ്റെ ഇരുവശങ്ങളുള്ള മനോഹരത നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയായിരിക്കും ഇനി അടുത്തുള്ള റോഡിൻ്റെ മെയിൻ്റെനൻസും വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ റോഡിൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ റോഡ് കൂടെ ഉൾപ്പെടുത്തി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാ നമുക്ക് മെയിൻ റോഡ് വളരെ ദൂരമായിട്ട് കാണാനായി സാധിക്കും. നമ്മൾ വന്ന മെയിൻ ഗേറ്റ് മുതൽ ഈ മെയിൻ റോഡ് വരെ ഏകദേശം 500 മീറ്റർ അല്ലെങ്കിൽ 1/2 കിലോമീറ്ററാണുള്ളത്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മെയിൻ റോഡൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. നമുക്ക് മുന്നിൽ കാണുന്ന ആ പോർഷനാണ് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകൾ അല്ലെങ്കിൽ ഫിനിഷിംഗ് വർക്കുകൾ നടക്കുന്ന പോർഷനാണ്. നമ്മൾ വന്നത് നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളതുണ്ടോ, ഈ ഭാഗത്തു നിന്നാണ് വന്നത്. ഈ സൈഡിലായിട്ട് കസ്റ്റംസ് ഓഫീസൊക്കെ ഒന്ന് കാണാൻ സാധിക്കും. നമ്മൾ കസ്റ്റംസ് ഓഫീസ് പാസ് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോയിലൂടെ കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മാത്രമായിട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറയാത്തത്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലൂടെ പോകുന്ന മെയിൻ റോഡ് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. ഇതാണ് ആ മെയിൻ റോഡ്. ഇതാ നമ്മൾ ഈ കാണുന്നത് വിഴിഞ്ഞം മുക്കോല വഴി നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് കാണുന്നത്. ബസ് റൂട്ടുണ്ട്. ഈ റൂട്ടിൽ ധാരാളം വാഹനങ്ങളാണ് ദിനം പ്രതി ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പോർഷൻ റോഡാണ് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകൾ നടക്കുന്നത്. ഈ റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മനോഹരമായ ഈ പറയുന്ന ഗ്രീനിഷ് എഫക്റ്റ് നൽകുന്ന രീതിയിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാനായി സാധിക്കും. അതുമാത്രമല്ല, ഈ ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അപ്ഡേഷൻ എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കണക്ഷൻ റോഡ് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. നാഷണൽ ഹൈവേ 1.2 കിലോമീറ്റർ എന്ന് വ്യക്തമാണ്. അതായത് ടോട്ടൽ 1700 മീറ്ററിൽ നമ്മൾ 500 മീറ്റർ പിന്നിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ റോഡ് മുതൽ മെയിൻ ഗേറ്റ് വരെ 500 മീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്നും 1200 മീറ്റർ, അങ്ങനെ ടോട്ടൽ 1700 മീറ്ററാണ് നമ്മുടെ മെയിൻ ഗേറ്റ് മുതൽ NH-66 വരെയുള്ള ലിങ്ക് റോഡിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ധാരാളം വാഹനങ്ങൾ റോഡിൻ്റെ വശങ്ങളിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടാം ഘട്ട വർക്കുകൾ ആരംഭിച്ചവരും നമുക്കെല്ലാം അറിഞ്ഞു. ഞാൻ തന്നെ 5 or 6 അപ്ഡേഷൻ, അതിൽ കൂടുതൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് പോർട്ടിന് രണ്ടാം ഘട്ട വർക്കുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2028 ആകുമ്പോൾ ഫിനിഷിംഗ് ആവുന്ന രീതിയിൽ, അതിന് മുന്നേ തന്നെ ഫിനിഷിംഗ് ആവുന്ന രീതിയിൽ ഡേ നൈറ്റിലാണ് വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉടൻ തന്നെ രണ്ടാം ഘട്ട വർക്കിൻ്റെ ലേറ്റസ്റ്റ് വർക്ക് അപ്ഡേഷൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാ നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗത്തെല്ലാം സ്ട്രീറ്റുകൾ ഉൾപ്പെടെ ഇൻ്റർലോക്ക് ഉൾപ്പെടെ നിലവിൽ ഈ പറയുന്ന ലൈൻ മാർക്കിംഗ് ഉൾപ്പെടെ ഡബ്ല്യു സ്റ്റീൽ ഈ പറയുന്ന
ബാരിക്കേഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വാൾ ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ വർക്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം 100% വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയാനായി സാധിക്കും. രാത്രി കാലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രീറ്റുകളിലൊക്കെ ലൂമൻസ് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അങ്ങനെ ഈ ഭാഗത്തുള്ള വർക്കുകളെല്ലാം തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അവസാനഘട്ട വർക്കുകൾ എങ്ങനെയുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഓരോ വർക്കും നമ്മുടെ വീഡിയോയിൽ ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഇനി എത്ര വർക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എത്ര കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, എത്ര ദിവസം ഏകദേശം എടുക്കുമെന്നൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാവും. ഇവിടെ CCTV ക്യാമറയുണ്ട്, സദാസമയം നിരീക്ഷണത്തിലാണ് ക്യാമറ. ഇതാ നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. ബ്രിഡ്ജിലും മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതും ഒരു മനോഹരതയ്ക്ക് വേണ്ടി തന്നെയാണ്. ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ 1700 മീറ്റർ 2 ബ്രിഡ്ജാണ് വരുന്നത്. അല്ല, ആദ്യ ബ്രിഡ്ജാണ് നമുക്കിപ്പോൾ കാണാനായി സാധിക്കുന്നത്. ഈ ബ്രിഡ്ജ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പണി പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. ഈ 2 ബ്രിഡ്ജിനെ കണക്ട് ചെയ്തിട്ടുള്ള പോർഷനാണ് വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത്. ആ വർക്കും അവസാനഘട്ട വർക്കുകളാണ് നടക്കുന്നത്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയാലേ നമുക്കറിയാനായി സാധിക്കുകയുള്ളൂ അവിടെ എങ്ങനെയാണ് വർക്കുകൾ, കോൺക്രീറ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ ടാറിങ് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോയാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെടുത്ത് കാണിക്കുന്നത് ആ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി തന്നെയാണ്. ഇവിടെയും മനോഹരമായ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വലിയൊരു അമ്പലം കാണാൻ സാധിക്കും. അമ്പലത്തിന് സൈഡിൽ അമ്പലക്കുളത്തിനോട് ചേർന്നിട്ടാണ് ഈ ഫസ്റ്റ് ബ്രിഡ്ജ് കാണുന്നത്. നമുക്കിനി മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇലക്ട്രിക് സർക്യൂട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, സ്ട്രീറ്റിലെല്ലാം പൂർണ്ണമായിട്ടും വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നിൽക്കുന്ന, അതായത് നമ്മൾ പോകാൻ പോകുന്ന ഈ പോർഷൻ പലപ്പോഴായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് എടുത്തു പറയുന്നത്, ഇവിടെ വർക്ക് നടക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ആഴ്ചയും ഞാൻ ഒരാഴ്ച 2-3 വീഡിയോ ഇടുന്നു. കാരണം വലിയൊരു ചെളിയും കുളവുമായിരുന്ന പ്ലേസാണ് നമ്മളീ കാണുന്ന പോലെ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും സാഡിൽ പാനലിൻ്റെ സഹായത്തോടെ ഹൈറ്റ് കൂട്ടി മനോഹരമായ റോഡാക്കി മാറ്റിയിട്ടുള്ളത്. കാരണം 5 മീറ്ററോളം ചെളി അടിയിലോട്ടുണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും കോരി മാറ്റിയതിന് ശേഷം ഉറപ്പുള്ള പ്രതലത്തിൽ നിന്നാണ് നമ്മുടെ ഈ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തിൻ്റെ സഹായത്തോടെ പാനലിൻ്റെ സഹായത്തോടെ ഹൈറ്റ് കയറ്റി നമ്മൾ ഈ കാണുന്ന മനോഹരമായ റോഡ് ലെവലിലേക്ക് എത്തിച്ചത്. ആ ഓരോ വീഡിയോയും തീർച്ചയായിട്ടും പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ടിവിറ്റിയുടെ വീഡിയോ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോയും വ്യക്തമായിട്ട് എത്രത്തോളമാണ് വർക്ക് നടന്നുകൊണ്ടിരുന്നത് നമുക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ പിന്നെയും നമ്മൾ ആവർത്തിച്ച് അത് പറയുന്നത്. ഇതാ നമുക്ക് 2ാമത്തെ ബ്രിഡ്ജ് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ 2ാമത്തെ ബ്രിഡ്ജ്, 2 ബ്രിഡ്ജുകളാണ് നിലവിലുള്ളത്. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കുളം തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ കുളവും ഈ ചെളിയുമായിട്ടുള്ള കണ്ടം പോലത്തുള്ള അല്ലെങ്കിൽ വയൽ പോലത്തെ പ്ലേസാണ്. കാണാൻ വളരെ മനോഹരമാണെങ്കിലും ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ വയലായിരുന്ന സ്ഥലത്തല്ല, ഉറപ്പുള്ള പ്രതലത്തിൽ നിന്ന് മാത്രമേ കൺസ്ട്രക്ഷൻ തുടങ്ങാവുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്നാൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പൂർണ്ണമായിട്ടും ടാറിങ് ജോലികൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ വന്ന റോഡ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇതുവഴിയാണ് നമ്മൾ കടന്നു വന്നത്, കണ്ടോ. ഈ ഭാഗത്തു നിന്നാണ് ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ കുറച്ച് വർക്കുകൾ മാത്രം. കുറച്ച് വർക്ക് എന്ന് പറയാൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇനി എത്ര ശതമാനമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന്. ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പൂർണ്ണമായിട്ട് നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയോളം ആയിട്ടുണ്ട്. ഏകദേശം 12 ദിവസം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ ഇട്ട്. ഞാൻ ഇവിടെ ഈ ഭാഗം കാണിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളക്കെട്ടുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ റോഡിൻ്റെ എല്ലാ വർക്കും നടക്കുന്ന സമയത്തും ഡ്രെയിനേജിനും ഈ പറയുന്ന മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മൾ ഈ കണ്ടുവന്ന റോഡിൻ്റെ എല്ലാ ഭാഗത്തും ഡ്രെയിനേജിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇതാ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തെല്ലാം ടാറിംഗ് ജോലികളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഹെവി എക്യുപ്മെൻറ്റ്സ് എല്ലാം നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നു. ടാറിംഗ് ജോലി പൂർത്തിയായപ്പോൾ വളരെ മനോഹരമാണ്. വളരെ വീതിയുള്ള റോഡ് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന W സ്റ്റീലിൻ്റെ ഒരു ബാരിക്കേഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. സേഫ്റ്റി ബാരിക്കേഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉണ്ടോ, ഈ പോർഷനിലെല്ലാം ആ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ ചെറിയ വർക്കുകളും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അതിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് ഒരു ജംഗ്ഷൻ പോർഷൻ. ഇവിടെ നിന്നാണ് പല ഭാഗത്തേക്കും വാഹനങ്ങൾ, അതായത് പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, പോർട്ടിൽ നിന്നും ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, തമിഴ്നാട് ഭാഗത്ത് നിന്ന് പോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഈ ഒരു പോർഷനാണ്. വലിയൊരു സ്പേസ് തന്നെയാണ്. ഇതൊരു താൽക്കാലിക റോഡ് തന്നെയാണ്. എന്നിട്ടും വളരെ പെർഫെക്റ്റായിട്ടാണ് ഈ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. നമുക്കിനി കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയിട്ട്
നമുക്ക് ഈ റോഡ്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറികൾക്ക്, ട്രക്കുകൾക്ക് പോകുന്ന റോഡാണ് ഇതാ നമ്മൾ കാണുന്നത്. ഹെവി എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒതുക്കി വെച്ചിരിക്കുന്ന സ്ഥലം. ഇവിടെ കൂടി നമുക്കിനി വാഹനങ്ങൾ പോകാൻ സാധിക്കില്ല. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ആ വന്ന റോഡ് നമുക്കൊന്നുകൂടി നോക്കാം. ഉണ്ടോ, ഇത്രത്തോളം വീതിയിലാണ് റോഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് ഈ അണ്ടർപാസ് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ധാരാളം വർക്കിംഗ് സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴി വന്ന് തിരിഞ്ഞാണ് പോർട്ടിനകത്തോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോയി നമ്മൾ ഈ കാണുന്ന ചെമ്മണ്ണ് പോലത്തെ കാണുന്ന പോർഷനിൽ ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഗ്രാസ് വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കാം. തൊട്ട് മുന്നേ കോൺക്രീറ്റ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയെങ്കിലും ആയി കാണുമായിരിക്കും, അല്ലെങ്കിൽ 3-4 ദിവസത്തിന് മുന്നേ ഈ പറയുന്ന ടാറിങ് ജോലികൾ പൂർത്തിയാക്കിയിട്ടുള്ള ഹെവി എക്യുപ്മെൻറ്റ്സാണ്, വെഹിക്കിളാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ റോഡ് NH-ഉമായിട്ട് ലിങ്ക് ചെയ്ത പോർഷൻ ടാറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല ആ ഭാഗത്തുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം 1 by 1 ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് പോരുത്. ഡ്രെയിനേജ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്കുകളെല്ലാം നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടാറിങ് ജോലികൾ അല്ലെങ്കിൽ ടാറിങ്ങിൻ്റെ വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അത് ഈ ഭാഗത്തേക്ക് വണ്ടി വരില്ല, അതുകൊണ്ട് നടന്ന് തന്നെ നമ്മൾ പോകുന്നു. നല്ല വെയിലാണ്. എന്നിട്ട് നമ്മുടെ പ്രേക്ഷകർ, അതായത് ഓരോരുത്തരും നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റോഡിൻ്റെ ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ എന്തായെന്ന് പലരും മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലും തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റുള്ള അപ്ഡേഷൻ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓരോ വർക്കും നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഹൈറ്റ് കൂട്ടി ടാർ ചെയ്ത കാരണം ഈ ട്രക്കുകൾക്ക് വളരെ ഈസി ആയിട്ട് NH-ലേക്ക് പ്രവേശിക്കാനായി സാധിക്കും. ഇവിടെ വലിയൊരു ഹൈറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഒരു സ്ലോപ്പ് രീതിയിൽ ഹൈറ്റ് മണ്ണിട്ട് പൊക്കി ഹൈറ്റ് കൂട്ടി നിലവിലെ ടാറിങ് ജോലികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് കാരണം ഈസി ആയിട്ട് ഹെവി ലോഡുമായിട്ട് വരുന്ന വാഹനങ്ങൾക്ക് NH-ലേക്ക് പ്രവേശിക്കാനായി സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇവിടെയാണ് ഒരു കട്ട് ചെയ്തൊരു പോർഷനുണ്ട്. ഈ പോർഷൻ വഴിയാണ് NH-ലേക്ക് ലിങ്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ലാബിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള വർക്കും ഒരേ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ആ പോർഷനിലെ വർക്കുകൾ നമുക്ക് നോക്കാം. വന്ന വഴി ഉണ്ടാകും. ഇതാണ് ഇത്രയും പോർഷനാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഹൈറ്റ് കൂട്ടി നല്ലൊരു സ്ലോപ്പാക്കി എടുത്തിട്ടുള്ളത്. നേരത്തെ ഇതിലും വലിയ സ്ലോപ്പായിരുന്നു, അത് സ്ലോപ്പ് കുറച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വെള്ളം പോകുന്നതിനും അതുമാത്രമല്ല സ്ലാബ് ഇട്ട് പൂർണ്ണമായിട്ടും ഫൗണ്ടേഷനൊക്കെ മാറ്റി പൂർണ്ണമായിട്ട് ഹെവി വെഹിക്കിൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സ്ലാബിംഗ് ജോലികളെല്ലാം പൂർത്തിയാക്കി ടാറിങ് ജോലികൾ പൂർത്തിയാക്കി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. റോഡിലോട് ചേർത്ത് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ വർക്കുകൾ. അതുമാത്രമല്ല ഇനി കുറച്ച് വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ട, എന്നാലും ലോറികൾക്ക് ഈസി ആയിട്ട് തിരിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. കാരണം നേരത്തെ ഇവിടെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഹെവി വെഹിക്കിൾ കടന്നു പോകാൻ സാധിക്കില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അത് പൊളിഞ്ഞു പോകും. അത് പൂർണ്ണമായിട്ട് ഫൗണ്ടേഷൻ ഉൾപ്പെടെ പൊളിച്ചു മാറ്റിയതിന് ശേഷം പുതിയൊരു ഫൗണ്ടേഷൻ കൊടുത്ത് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ കാണുന്ന സ്ലാബൊക്കെ കട്ടി കൂട്ടി വാർത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മനസ്സിലാവും. ആ ബാക്കിയുള്ള റിമൈനിങ് വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും കുറച്ച് ദൂരം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് തീർച്ചയായിട്ടും കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുമാത്രമല്ല സൈഡ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ സൈഡ് വാളിൻ്റെ വർക്കും റിമൈനിങ് വർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന സ്ലാബിൻ്റെ വർക്കുകൾ ഫൗണ്ടേഷൻ ഉൾപ്പെടെ സ്ലാബിൻ്റെ വർക്കുകളും കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്ലാബിൻ്റെ വർക്കുകൾ അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സൈഡ് വാളിൻ്റെ വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായി സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ആ ജോലികൾ ഇവിടെ നടക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇത് നമ്മൾ ഈ കാണുന്നത് പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറികൾ വളരെ ഈസി ആയിട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കുകളാണ്. ഇതുപോലുള്ള 3-4 ലിങ്ക് റോഡുകളാണ് NH-ലേക്ക് പ്രവേശനമുള്ളത്. അത് നമുക്ക് ഓരോന്നും വളരെ വ്യക്തമായിട്ട് നോക്കാം. കാരണം ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി എത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് എത്ര ശതമാനമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓരോ വീഡിയോയും വ്യക്തമായിട്ട് കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി എത്ര ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകേണ്ടത് അല്ലെങ്കിൽ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ കാണിക്കുന്നത്. കാരണം നേരത്തെ വന്ന ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ആൻഡ്രോയിഡ്സ് ഉപയോഗിച്ച് പുതിയൊരു ഫൗണ്ടേഷൻ നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഹെവി ലോറികൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഹെവി ഡ്യൂട്ടി സ്ലാബാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലൂടെയുള്ള
പ്രൊട്ടക്ഷൻ വാളും അതിനുശേഷമായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു ഒന്നൊന്നര ആഴ്ച മതിയാവും, അല്ലെങ്കിൽ 2 ആഴ്ച മതിയാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ ആഴ്ചയും ഇനി മാക്സിമം വീഡിയോ അപ്ഡേഷൻ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വരാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് പിന്നെ പോർട്ടിൻ്റെ ആയാലും നിലവിൽ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ ഇടാനായി സാധിക്കുക. തീർച്ചയായിട്ടും ഇനി എല്ലാ ആഴ്ചയിലും കറക്റ്റായിട്ട് തന്നെ പോർട്ടിലേക്കുള്ള എല്ലാ വീഡിയോയും വളരെ ഫാസ്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ശ്രമിക്കുന്നതായിരിക്കും. നമ്മൾ ഈ കണ്ട വർക്ക്, അതായത് പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഹൈവേയിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ NH പ്രവേശിക്കുന്നതിനുള്ള ആദ്യ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ ഇവിടെ ഇത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നടന്നു പോകണം, കാരണം ഇത് 2 റോഡുകളായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഉണ്ടോ, ഇങ്ങനെയാണ് വാഹനങ്ങൾ കടന്ന് തിരിഞ്ഞ് NH പ്രവേശിക്കുന്നത്. ഉണ്ടോ, ഇതാണ് നിലവിലെ വർക്കിംഗ് സ്റ്റാറ്റസ്. ഏറ്റവും ലേറ്റസ്റ്റുള്ള അപ്ഡേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം വാഹനങ്ങളാണ് NH പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2 റോഡുകളായിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഓരോ റോഡിനും ഏകദേശം 5.5 മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് വാഹനങ്ങൾ നമ്മളെപ്പോലുള്ളൊരു വാഹനങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മൾ NH ഈ പറയുന്ന ബൈ റോഡിലൂടെ സൈഡിലൂടെ റോഡിൽ വേണ്ടി കടന്നു പോകുന്ന വാഹനങ്ങൾ ഇതുവഴിയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, നമുക്ക് പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന റോഡ് പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയാണ്, കാരണം ഹെവി ട്രാഫിക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ ഡിവൈഡിങ് പോർഷൻ ഹെവി ഡ്യൂട്ടി ഡിവൈഡിങ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. ലൈറ്റിൻ്റെയാണ്, അല്ലാതെ ചെറിയൊരു ഈ പറയുന്ന പോർഷനൊന്നുമല്ല. നല്ല കട്ടിയുള്ള ഹെവി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഡിവൈഡിങ് പോർഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എളുപ്പം ഇളകി പോകുന്നതൊന്നുമല്ല. ഹൈറ്റ് ഇത്രത്തോളം ഉണ്ട്, കാരണം നല്ലൊരു ഹൈറ്റ് ഉണ്ട് അതിന്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കോൺക്രീറ്റ് പോർഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ 2 റോഡുകളും ഉള്ളത്. 2 റോഡുകളും ടാർ ചെയ്തിട്ടുണ്ട്. ഓരോ റോഡും ഞാൻ നേരത്തെ പറഞ്ഞാൽ 5.5 മീറ്ററോളം വരും. ഇനി നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, എൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ NH നിന്ന് പോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അത് ഓൾറെഡി നേരത്തെ എൻട്രൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ആ എൻട്രൻസ് എല്ലാ എൻട്രൻസും, അതായത് പോർട്ടിൽ നിന്നും ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തേക്കായിരിക്കും ട്രിവാൻഡ്രം ഭാഗത്തേക്കും പോകുന്നുള്ള എല്ലാ എൻട്രൻസും തീർച്ചയായിട്ടും നമുക്ക് നിന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കേണ്ടത്. അവിടേക്ക് എത്രത്തോളം വർക്ക് നടക്കുന്നുണ്ട്, ആ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നെല്ലാം ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കില്ല. നമ്മുടെ ലിങ്ക് റോഡിൻ്റെ A to Z എല്ലാ വർക്കുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, നമുക്കറിയാം മെയിൻ ഗേറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മെയിൻ ഗേറ്റ് മുതൽ NH പ്രവേശിക്കുന്ന എത്ര എൻട്രൻസുകളുണ്ട് അതെല്ലാം നമുക്ക് ഇന്ന് ഈ വീഡിയോ ഒന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. അങ്ങനെ ലേറ്റസ്റ്റ് ഡീറ്റെയിൽ അപ്ഡേഷനാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഉള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും പോർട്ടിൻ്റെ അപ്ഡേഷനായാലും നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷനായാലും അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഈ കാണുന്ന മെയിൻ പോർഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്തു നിന്നാണ് വാഹനങ്ങളെല്ലാം തിരിഞ്ഞ് പല ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കണ്ട പോർഷനിൽ പൂർണ്ണമായിട്ടും ടാറിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ കുറച്ച് വർക്കുകൾ ഇനി ഇവിടെ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. സൈഡ് വാളിൻ്റെ വർക്ക് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാ നമുക്കിനി അണ്ടർപാസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അണ്ടർപാസിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകണം. അണ്ടർപാസിൻ്റെ അവിടെ പോയാൽ മാത്രമേ നമുക്ക്, എനിക്ക് തോന്നുന്നു, തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ അണ്ടർപാസിലൂടെ പാസ് ചെയ്തിട്ടായിരിക്കും പോകേണ്ടത്. അവിടെ ഒരു എൻട്രൻസ്, അതായത് നമ്മൾ ഈ പറയുന്ന NH ഒരു എൻട്രൻസ് അവിടെ ഉണ്ട്. ആ എൻട്രൻസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതവിടെ പോയാൽ മാത്രമേ നമുക്ക് അറിയാനായി സാധിക്കുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഈ കാണുന്ന തൊട്ട് മുന്നേ നമ്മൾ കാണുന്ന റോഡ് തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള റോഡാണ്. ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ആ റോഡ് നമുക്ക് നോക്കാം. ഉണ്ടോ, ഇതെല്ലാം നേരത്തെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഭാഗമെല്ലാം പൂർണ്ണമായിട്ടും ന്യൂ ടാറിങ്, പുതിയ ടാറിങ്, വീതി കൂട്ടി ടാർ ചെയ്തിട്ടുള്ള കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെ വന്ന് പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്, തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള റോഡ്, മെയിൻ ഹൈവേ എന്നുള്ള എൻട്രൻസ് റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിനി അണ്ടർപാസിലൂടെ പോകാം. അണ്ടർപാസിലൂടെ പോകുമ്പോൾ പോർട്ടിൽ നിന്നും നേരെ തമിഴ്നാട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ ഇതുവഴിയായിരിക്കും കടന്നു പോകേണ്ടത് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ട്രാഫിക്കിൻ്റെ ഇതൊക്കെ വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായി സാധിക്കും. നിലവിലെ സിറ്റുവേഷൻ വെച്ച് ഇങ്ങനെയായിരിക്കും പോകാൻ ചാൻസ്. ഇവിടെയും NH ഒരു ബൈ റോഡുണ്ട്, കാണാൻ സാധിക്കണ്ടോ. NH ഒരു ബൈ റോഡുണ്ട്. ഇതാ ഇവിടെ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു എൻട്രൻസ്, NH കയറുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ് പോർഷൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 12 ദിവസം കൊണ്ടുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോയാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ അത്യാവശ്യം റോഡ് വീതിയുണ്ട്. ഇത് താൽക്കാലിക റോഡാണ്. നമ്മൾ, അതായത് ഈ ടെമ്പററി റോഡ് NH കണക്ട് ചെയ്യുന്ന
ലിങ്ക് റോഡ് ടെമ്പർ റോഡ് തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം വീതി ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഇവിടെ ഇത്തിരി തണലുണ്ട്, കാരണം അവിടെയൊക്കെ നല്ല ചൂടാണ്, എല്ലായിടത്തും നല്ല ചൂടാണ്. എന്നിട്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വന്നിരിക്കുന്നു. നമുക്ക് നോക്കാം. ഈ പോർഷനിലാണ് എൻട്രൻസ് ഉള്ളത്, NH-ലേക്കുള്ള എൻട്രൻസ് ഉള്ളത്. നമുക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ലാബുകളെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കാം. എന്നാലും കണ്ടോ, ഇതാണ് നമ്മൾ വന്ന വഴി. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ സ്ലാബുകളെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, നേരത്തെ നിലവിലുള്ള ഡ്രൈനേജ് സിസ്റ്റം പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷം പുതിയൊരു ഫൗണ്ടേഷൻ ഇട്ട്, കാരണം ഹെവി ഡ്യൂട്ടി അല്ലെങ്കിൽ ഹെവി ലോഡുമായിട്ട് വരുന്ന ട്രക്കിന് ഈസിയായിട്ട് NH-ൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ആ രീതിയിലാണ് ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. കാരണം ഹെവി ഡ്യൂട്ടി ആണ് ഈ പറയുന്ന സ്ലാബിൻ്റെ തിക്നെസ് എല്ലാം. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കാരണം ഈ പോർഷനിലെ വർക്കുകളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടാറിങ്ങിൻ്റെ വർക്കുകൾ മാത്രമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള. ബാക്കി എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞതായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. കാരണം നമ്മൾ തൊട്ട് മുന്നേ കണ്ട എൻട്രൻസ് കവാടത്തിനെക്കാട്ടി വർക്കുകൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കാരണം അവിടെ ടാറിങ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ടും ഇവിടെ വർക്കുകളെല്ലാം, അതായത് കോൺക്രീറ്റ് പോർഷനെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനിയും കോൺക്രീറ്റ് പോർഷൻ കുറച്ച് പോർഷൻ ബാക്കിയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പൂർണ്ണമായിട്ടും സ്ലാബ് ഇട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. ഇനി സൈഡ് ഈ പറയുന്ന കോൺക്രീറ്റ് ചെയ്ത് ഈ സൈഡെല്ലാം, അതായത് ഈ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സൈഡെല്ലാം ഈ പറയുന്ന കോൺക്രീറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ടാറിങ് ജോലികളോ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് ഈ വർക്കുകൾ, അതായത് നമ്മൾ ഈ കാണുന്ന വർക്കുകൾ തീർക്കാൻ സാധിക്കും. കന്യാകുമാരിക്കും നാഗർകോവിലിനും കാരോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് ബോർഡറാണ്, അല്ലെങ്കിൽ കേരള ബോർഡറാണ്. 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തു നിന്നും കാരോട് വരെ പോകാൻ. കാരോട് കഴിഞ്ഞാൽ നിലവിൽ ഈ പറയുന്ന തമിഴ്നാടായി. കാരോട് കന്യാകുമാരി റോഡിൻ്റെ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത് തന്നെ. കണ്ടോ, ഇവിടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പോർഷനിലെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം ഒരാഴ്ച കൂടി വേണ്ടി വരില്ല. കാരണം സൈഡിൽ ഈ പറയുന്ന ടാറിങ് ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കും. അപ്പോൾ പോർട്ടിൽ നിന്നും ഈ പറയുന്ന കാരോഡിലേക്കോ അല്ലെങ്കിൽ കന്യാകുമാരി അല്ലെങ്കിൽ തമിഴ്നാട് ഭാഗത്തേക്കോ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ആ റോഡും കംപ്ലീറ്റ്. ഇപ്പോൾ 2 റോഡ് നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. 4 റോഡാണ് നമുക്ക് കാണേണ്ടത്. ഇനി മൂന്നാമത്തെ എൻട്രൻസ് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ റോഡും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. നമുക്ക് മുന്നോട്ട് ഇത് സൈഡിലൂടെയുള്ള NH-ൻ്റെ ബൈ റോഡിലൂടെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു മൂന്നാമത്തെ എൻട്രൻസും തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. പലപ്പോഴായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നിട്ടും പലരും ചോദിക്കുന്നത് വളരെ വർക്ക് ഫാസ്റ്റായിട്ടാണോ നടക്കുന്നതെന്ന്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നത് തന്നെ വർക്കിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി തന്നെയാണ്. ഫാസ്റ്റാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ കാണുന്നവർ തന്നെയാണ്. വർക്ക് എത്രത്തോളം ഫാസ്റ്റാണെന്നോ ഇല്ലയോ എന്നോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇടുമ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വർക്ക് സ്ലോ ആയെന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഈ വർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് തന്നെ നമുക്കറിയാനായി സാധിക്കും ഇത് എത്ര ദിവസം കൊണ്ട് ഇനി തീരും, ഇനി ഇങ്ങനെയായിരുന്നു കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഇനി ഇങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതാ നമുക്ക് മൂന്നാമത്തെ എൻട്രൻസ് കാണാൻ സാധിക്കും. ഇതാ നമുക്ക് ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തു നിന്നും പോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ ഈ എൻട്രൻസ് വഴി കടന്നു പോകുന്നുണ്ടോ. അപ്പോൾ പോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ വലിയൊരു എൻട്രൻസ് തന്നെയാണ്, നേരത്തെ തന്നെ ഉള്ള എൻട്രൻസ് തന്നെയാണ്. NH-66 ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ 3 എൻട്രൻസ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടു മനസ്സിലാക്കി. പലരും ഇനി ഒരു 4ാമത്തെ എൻട്രൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും. കാരണം ട്രിവാൻഡ്രം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അത് ഇനി ട്രാഫിക്കിൻ്റെ നിയമങ്ങൾ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇതുവഴി ഏതായാലും വരില്ല, അതൊരു പുതിയ സിസ്റ്റം ഏതായാലും കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അറിയുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഫൈനൽ ഡിസിഷൻ വരുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതുവഴി കണ്ടെയ്നർ ലോറി പോയിട്ട് അവിടെ തിരിഞ്ഞ് അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഭാഗത്തൊന്നും ഞാൻ തൊട്ട് മുന്നേ നമുക്കൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിലൂടെയൊക്കെ കണ്ടെയ്നർ ലോറി 40 ഫീറ്റും 20 ഫീറ്റും വളഞ്ഞു പോകുമോ എന്ന് സംശയം തോന്നും. കാരണം അവിടെ ഒരു 90 ഡിഗ്രി രീതിയിലൊക്കെ വളച്ചെടുക്കേണ്ട. അപ്പോൾ ഇതുവഴി ആയിരിക്കില്ല വരുന്നത്, പുതിയൊരു സിസ്റ്റം തന്നെ കാണും. കാരണം NH-ൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ തിരിഞ്ഞ് വരാൻ ചാൻസ്. കറക്റ്റായിട്ട് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അതിന് ഞാൻ കമൻറ്റ് പറയാത്തത്. തീർച്ചയായിട്ടും കാരണം ഇതുവഴി കടന്നു പോകുന്ന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു 20 ഫീറ്റോ 40 ഫീറ്റോ കണ്ടെയ്നർ ഈ സാഹചര്യത്തിൽ ഇവിടെ നിന്നും ഈസി ആയിട്ട് തിരിഞ്ഞ് വരാൻ ചാൻസ് വളരെ കുറവാണുണ്ടോ. ഇവിടെ നിന്ന് തിരിഞ്ഞ് വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ പോർട്ടിൽ ധാരാളം വാഹനങ്ങൾ കാണുന്നതാണ്. സ്ഥിരമായിട്ട് കണ്ടെയ്നർ ലോറി എങ്ങനെയാണ് തിരിഞ്ഞ് വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് തിരിഞ്ഞ് ഇങ്ങനെ വന്ന് തിരിച്ച് പോർട്ടിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്.
അപ്പോൾ ഈ NH തന്നെ അതിൻ്റെ എന്തെങ്കിലും സിസ്റ്റം കാണാൻ വളരെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ട് അത് ആ ഒരു ട്രാഫിക്കിൻ്റെ ഇതൊക്കെ വരുമ്പോഴേ നമുക്ക് അറിയാനായി സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട റോഡ് വെച്ചിട്ട് പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നതും ഇനി പോർട്ടിൽ നിന്നും ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്നു, തമിഴ്നാട് ഭാഗത്തു നിന്നും പോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട് ഭാഗത്തു നിന്നും പോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത് എന്നറിയുന്ന മൂന്നാമത്തെ എൻട്രൻസ് ആണ്. അതായത് മൂന്നാമത്തെ ലിങ്ക് റോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. മെയിൻ ലിങ്ക് റോഡ് വന്നിട്ട് 3ആയി ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മൂന്നാമത്തെ ലിങ്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് എൻട്രൻസ്. അതായത് ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തു നിന്നും പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന വാഹനങ്ങൾ ഇതുവഴിയായിരിക്കും കടന്നു പോകുന്നത്. നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത റോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വീതി അവിടെ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ടാറിങ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ അങ്ങാഴ്ച. ടാറിങ് ജോലികളല്ല, ടാറിങ്ങിന് വേണ്ടിയുള്ള വീതി കൂട്ടുന്ന ഒരു ജോലി നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമുക്കിനി ഇതുവഴി നേരെ പോകാം, കാരണം ഇതുവഴി താഴോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ NH തന്നെ നമുക്ക് നേരെ കടന്നു പോകാം. കടന്നു പോകുമ്പോൾ നമുക്ക് സൈഡിലൂടെയുള്ള വിഷ്വൽ തീർച്ചയായിട്ടും മനസ്സിലാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു ചൂടും വെയിലും തന്നെയാണ്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗത്തെല്ലാം അത്യാവശ്യം റോഡ് വീതിയുണ്ട്. പക്ഷേ വീതി കൂട്ടുകയായിരുന്നു എന്നാണ് കഴിഞ്ഞ അങ്ങാഴ്ചത്തെ വീഡിയോയിൽ ഇവിടെ എല്ലാം വീതി കൂട്ടുകയായിരുന്നു. തീർച്ചയായിട്ടും ആ ഭാഗത്തെല്ലാം വീതി കൂട്ടി ടാറിങ് ജോലികൾ കഴിഞ്ഞിരിക്കുന്നു. അതായത് 2 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഭാഗത്തെല്ലാം ഫിനിഷിംഗ് ടാറിങ് ഉൾപ്പെടെ വർക്കുകൾ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കും. കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം ആ ഭാഗത്തേക്ക് നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ആ പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ മെയിൻ റോഡിൽ തന്നെ ഈ റോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നോക്കാം. ഉണ്ടോ ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും നല്ല വീതിയുണ്ട് റോഡിന്. ഉണ്ടോ വീതിയുണ്ട് റോഡിന്, അത്യാവശ്യം വീതിയുണ്ട്. അതുമാത്രമല്ല ടാറിങ് ഒക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു വീതി കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ബാക്കി എല്ലാ വർക്കുകളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞ് റോഡിൻ്റെ ടാറിങ് ഉൾപ്പെടെ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ലിങ്ക് റോഡിൻ്റെ ഏകദേശം വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോൾ വേണോ ഗേറ്റ് വേ ഓപ്പൺ ആക്കുന്ന വിധത്തിലാണ് ഇവിടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി 1-2 അപ്ഡേഷൻ കൂടി ബാക്കിയുള്ളൂ. എപ്പോൾ വേണമെങ്കിൽ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആക്കുന്ന വിധത്തിലുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞതായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കും. 1-2 ആഴ്ച കൊണ്ട് ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ട വളരെ ചെറിയ വർക്കുകൾ മാത്രമേ ഇനിയുള്ളൂ. ഇതാണ് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ മെയിൻ ജംഗ്ഷൻ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളും തമിഴ്നാട് ബോർഡറിൽ നിന്നും കേരള ബോർഡറിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് തിരിഞ്ഞ് പോർട്ടിൻ്റെ പല ഭാഗത്തേക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും തിരിഞ്ഞു പോകുന്നത്. താൽക്കാലിക റോഡായ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ടാറിങ് ജോലികളൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. നേരത്തെ കണ്ട എൻട്രൻസ് ഉണ്ടാവും. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴി കടന്ന് ഈ വളവിലൂടെ ഇങ്ങനെ നമുക്ക് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കും. അതുമാത്രമല്ല പോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നമ്മൾ നേരത്തെ കണ്ട എൻട്രൻസിലൂടെ പോകും. നേരത്തെ നമ്മൾ ഇനി നിലവിൽ ഈ പറയുന്ന പോർട്ടിൽ നിന്നും തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ നിൽക്കുന്ന 100% അടിയിൽ പോകും. ഇനി ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് പോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇനി കറക്റ്റായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ NH 66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷൻ. താങ്ക് യു ഫ്രണ്ട്സ്.